വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എനിക്ക് പുറമെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി അനൂപ്. ഇന്നലെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു അപകടകരമായ ദിവസമായിരുന്നു ഇന്നലെ. രാജ്യതലസ്ഥാനത്ത് ഇന്നലെയുണ്ടായ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് തീരാ കളങ്കമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും സ്വേച്ഛാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നുപോകുന്നതിന്റെ വലിയ ലക്ഷണവുമാണ്. നിർണായകമായൊരു തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ എതിർ ശബ്ദങ്ങളെയെല്ലാം പിടിച്ചു ജയിലിലിടുകയാണ്, പാർട്ടികളെ ഭിന്നിപ്പിക്കുകയാണ്, പാർട്ടികളെ തകർക്കുകയാണ്. ഇത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് അങ്ങേയറ്റം അപകടകരവും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ പൂർണ്ണമായി തകർക്കുന്നതുമാണ്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ കമ്മിറ്റി ശക്തമായ ഭാഷയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ അപലപിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തിരുന്നു. വരും മണിക്കൂറുകളിലും ബിജെപി സർക്കാരിന്റെ ഈ സ്വേച്ഛാധിപത്യ പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വാർത്താ നാൾ വഴി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചില സവിശേഷതയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം. ഇതിനു സമാനമായൊരു കുംഭകോണം ലോകത്തെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇലക്ട്രൽ ബോർഡ് കുംഭകോണത്തെ മറച്ചുവെക്കുന്നതിനുള്ള നല്ല ശ്രമം ബിജെപി നടത്തുന്നത് കാണാൻ കഴിയും. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ വന്നേക്കാവുന്ന ഓരോ ദിവസവും ആ വാർത്തയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി അതിനേക്കാൾ വലിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് ഇലക്ഷൻ കമ്മീഷൻ SBI സമർപ്പിച്ച വിശദ വിവരങ്ങൾ പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ അറസ്റ്റ് ഉണ്ടാവുകയാണ്. എന്തിനാണ് കെജ്രിവാളിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ധൃതി എന്ന് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഡൽഹിയിൽ തങ്ങളെ എതിർക്കുന്ന മുഴുവൻ പേരെയും പിടിച്ച് ജയിലിലിടുകയാണ്. ഒരു ഗവൺമെന്റിനെ തന്നെ ജയിലിലടച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ജയിലിലായി. മനീഷ് സിസോദിയ നേരത്തെ തന്നെ ജയിലിലാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതാവും രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ ഫ്ലോർ ലീഡറുമായ ശ്രീ സഞ്ജയ് സിംഗ് എത്രയോ നാളായി ജയിലിലാണ്. ഹേമന്ത് സോറൻ മറ്റൊരു മുഖ്യമന്ത്രി ജയിലിലാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ഭരണത്തെയാകെ പിടിച്ച് ജയിലിലടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മോദി ജനാധിപത്യത്തെ ജയിലിലടക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്താണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായത്. പണം കൊടുത്തു വാങ്ങിയതല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് അദ്ദേഹത്തെ. ഇവരെ എല്ലാവരെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഹേമന്ത് സോറനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ജനാധിപത്യത്തിലൂടെയാണ് അവരെല്ലാവരും അധികാരത്തിലേക്ക് വന്നത്. ജനാധിപത്യത്തിൽ കീഴടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ നികൃഷ്ടമായ മാർഗം ബിജെപി പയറ്റുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാരുടെ മുമ്പിൽ എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളെല്ലാം ഉപയോഗിച്ച് വളരെ സമർത്ഥമായി നല്ല പ്രൊഫഷണലായി ഒരു കൊള്ള നടത്തുക എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. പക്ഷെ ദൌർഭാഗ്യവശാൽ അതിനെ എതിർക്കാൻ രാജ്യത്ത് കോൺഗ്രസിന് നാവ് ഉയർത്താൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, CPM ഇല്ലായിരുന്നുവെങ്കിൽ, ലെഫ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം പുറത്തു വരുമായിരുന്നു. ഇപ്പോഴും അത് നിർബാധം തുടരുമായിരുന്നില്ലേ? കോടികൾ വീണ്ടും വീണ്ടും
ഇവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ കൊള്ളയടിക്കുമായിരുന്നില്ലേ? ആ കൊള്ളയടിച്ച കൊള്ള മുതൽ കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടും വീണ്ടും വിലയ്ക്ക് വാങ്ങില്ലായിരുന്നു. ഓരോ MLA-മാർക്കും ഓരോ MP-മാർക്കും പ്രലോഭനത്തിന് കൊടുത്തത് കോടിക്കണക്കിന് രൂപയാണെന്ന് മുൻപ് തന്നെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഡൽഹിയിലെ പല ആം ആദ്മി MP-മാർ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, MLA-മാർ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ CPM ഇല്ലായിരുന്നുവെങ്കിൽ, ഇന്ത്യൻ ഇടതുപക്ഷമില്ലായിരുന്നുവെങ്കിൽ ഈ ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം പുറത്തു വരുമായിരുന്നു. ജനാധിപത്യത്തിൽ കൊള്ളയടിക്കുകയും ആ കൊള്ള മുതൽ ഉപയോഗിച്ച് ജനാധിപത്യത്തെ തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഈ ശിഥിലമായ വഴി നിർബാധം തുടരുമായിരുന്നില്ലേ? ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം പുറത്തു കൊണ്ടുവന്ന രീതി, അതിൽ CPIM-ന്റെ ഇടപെടൽ, ഇന്ത്യൻ ഇടതുപക്ഷം അത് പുറത്തു വന്ന രേഖകൾ വ്യക്തമാക്കുന്ന ആരുണ്ട് ഇതിൽ പാപം ചെയ്യാത്തവർ എന്ന് ചോദിച്ചാൽ പാപം ചെയ്യാത്തവരായി ഇങ്ങനെ കുറച്ചുപേരുടെ ഉണ്ട്. അതിന്റെ പേരാണ് ഇടതുപക്ഷം എന്ന് കണ്ടിരിക്കുന്നത്. അപ്പൊ സംശുദ്ധമാർന്ന രാഷ്ട്രീയത്തിന്റെ തെളിമയാർന്ന ഒരിടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്നുണ്ട്. അതാണ് ഇന്ത്യൻ ഇടതുപക്ഷം. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതാണ്, വ്യക്തമാക്കുന്നതാണ് ആ സംഭവം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാനാണ് സാധാരണക്കാരായ ജനങ്ങൾ, കർഷകർ, തൊഴിലില്ലാതെ അലയുന്ന യുവാക്കൾ എല്ലാവരുടെയും മുമ്പിലാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന വലിയ കുംഭകോണം പുറത്തു വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അപകടകരമായ ആയുധങ്ങൾ പ്രയോഗിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന് നേരെയുണ്ടായ അറസ്റ്റ്. അങ്ങേയറ്റം അപലപിക്കുന്നു. ജനാധിപത്യത്തിന് തീരാ കളങ്കമാർന്ന ദിവസമാണ് ഇന്നലത്തെ ദിവസം. ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. നീതിപീഠങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഉദാത്തമായ ഭരണഘടനാ മൂല്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇത് സംബന്ധിച്ച് ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഈ വാർത്താ സമ്മേളനം. ഈ മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് അരവിന്ദ് കെജ്രിവാളിനെ കൂടെ അറസ്റ്റ് ചെയ്യണം അത് കഴിവതിയായിരുന്നു. ഇപ്പോ അവര് അവിടെ കെജ്രിവാളിന്റെ വസതിക്ക് മുമ്പൊക്കെ വലിയ സമരവും സാധ്യത. ഈ ഡൽഹിയിൽ മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അന്നൊക്കെ അവിടെ കണ്ടൊരു പോസ്റ്റർ, ജയിലിൽ ഈ അഴികൾക്കുള്ളിൽ പിടിച്ചു നിൽക്കുന്ന സിസോദിയുടെ പടം കളറിൽ അച്ചടിച്ച പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സന്തോഷം പ്രകടിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡൽഹി ഘടകം ഡൽഹിയിൽ പതിപ്പിച്ച പോസ്റ്ററായിരുന്നു. മനീഷ് സിസോദിയുടെ അറസ്റ്റിൽ BJP ഡൽഹി ഘടകം പ്രകടിപ്പിച്ചതിനേക്കാൾ വലിയ ആഘോഷമുണ്ടായത് അന്ന് ഞാൻ കണ്ടു. അത് കോൺഗ്രസ് ആയിരുന്നു. ഇതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ കോൺഗ്രസിന്റെ നേതാക്കളെ ED ഒരു പരിധിക്കൊപ്പം വേട്ടയാടുന്നില്ലല്ലോ, CBI വേട്ടയാടുന്നില്ലല്ലോ. അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ BJP വിരുദ്ധത എന്നതിനപ്പുറത്ത് BJPയെ എതിർക്കാൻ ത്രാണിയുള്ളവരെ BJP അറ്റാക്ക് ചെയ്യുമ്പോൾ, അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ താങ്കൾ ഈ സൂചിപ്പിച്ച കാര്യം, മനീഷ് സിസോദിയുടെ അറസ്റ്റിൽ കോൺഗ്രസ് എടുത്ത സമീപനം, അന്നൊക്കെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അത് സങ്കുചിതമായ കോൺഗ്രസിന്റെ ഇടുങ്ങിയ മനസ്സിന്റെ ഉദാഹരണമാണ്. ഇന്ത്യയെ മോചിപ്പിക്കണം, ഇന്ത്യയെ വിജയിപ്പിക്കണം എന്ന വിശാല രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും കോൺഗ്രസിനെ നയിക്കുന്നില്ല. കോൺഗ്രസിനെ എപ്പോഴും നയിക്കുന്ന സങ്കുചിതമായ രാഷ്ട്രീയ കാര്യങ്ങളാണ്. കേരളത്തിൽ വന്നാൽ BJP വിരുദ്ധതയല്ല, മറിച്ച് CPM വിരുദ്ധതയാണ്. ഓരോ സ്ഥലത്തും, ഡൽഹിയിൽ അതാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഓരോ സ്ഥലത്തും കോൺഗ്രസിനെ നയിക്കുന്നത് BJP വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത എന്നതിനപ്പുറത്ത്, ഇന്ത്യൻ ഭരണഘടനയെ സേഫ് ഗാർഡ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം എന്ന വികാരത്തിനപ്പുറത്ത് സങ്കുചിതമായ പ്രാദേശിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് കോൺഗ്രസിനെ നയിക്കുന്നതിന്റെ തെളിവാണ്. അതെ അതെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് ഇന്നുകൂടി കണക്കില്ല. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് തീരുമാനപ്പെട്ട മുന്നോട്ട് വന്നു.
ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രതിഷേധങ്ങളും അമിത സിസ്റ്റോറിയ സംഭവങ്ങളും കൂടി കഴിഞ്ഞത്. അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എന്തിനാണ് പ്രതിഷേധമുണ്ടാക്കിയത്? രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എന്തിനാണ് പ്രതിഷേധമുണ്ടാക്കിയത്? കോൺഗ്രസ് എങ്കിൽ ധാർമ്മികമായി പറയണ്ടേ അത്? നിയമ നടപടികൾ നടക്കട്ടെ, സിസോദിയക്കെതിരെയുള്ള നിയമ നടപടികൾ എന്ന പോലെ നമ്മുടെ സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നടപടികൾ തുടരട്ടെ എന്ന് പറയണ്ടേ? കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ വ്യത്യാസം അവിടെ കാണാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ ദിവസം ഡൽഹിയിൽ എംപിമാരുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്ന്. പാർലമെന്റിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് എംപിമാരുടെ മാർച്ചാണ് ഇന്ത്യ മുന്നണിയിലെ. ഇന്ത്യ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് രാവിലെ സോണിയാഗാന്ധി കോൺഗ്രസ് എംപിമാരുടെ യോഗം വിളിക്കുന്നുണ്ട്. പിറ്റേ ദിവസം മലയാള മനോരമ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്ത എങ്ങനെയാണ് പറയുന്നത്? സോണിയാഗാന്ധി ചോദിച്ചു, ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും, നിങ്ങളെല്ലാവരും ഉണ്ടാകുമല്ലോ എന്ന്. ആരും പോകരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനോരമയുടെ പിറ്റേ ദിവസത്തെ വാർത്ത രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, എന്നിട്ടും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ മുങ്ങിയെന്നാണ്. മുങ്ങിയ എംപിമാരുടെ കൂട്ടത്തിൽ ഉള്ളവരല്ല ഇപ്പൊ മത്സരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആറ്റിങ്ങൽ എംപി, ഇപ്പോഴത്തെ എറണാകുളത്തെ എംപി, ഇടുക്കി എംപി, ഈ എംപി എല്ലാം അന്ന് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോഴും അന്നത്തെ ദിവസവും അറസ്റ്റ് വരിക്കാനുണ്ടായിരുന്നത് ആരിഫും ഞാനും ലെഫ്റ്റിന്റെ എംപിമാരൊക്കെയാണ്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം കേരളത്തിൽ ആദ്യമായി ഇത് ജനാധിപത്യ വിരുദ്ധതയാണെന്ന് പറഞ്ഞ് പ്രകടനം നയിച്ച സംഘടന ഡിവൈഎഫ്ഐ ആണ്, യൂത്ത് കോൺഗ്രസ് അല്ല. കോൺഗ്രസ് കേരളത്തിൽ ഞങ്ങൾക്ക് ശക്തമായ രാഷ്ട്രീയ വൈരമുള്ളവരാണ്, രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ രാജ്യത്തൊരു ജനാധിപത്യ വിരുദ്ധത കാണുമ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് പറയാനുള്ള വിശാല രാഷ്ട്രീയ ബോധം കോൺഗ്രസിനില്ലെന്നാണ് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം പ്രകടനം നടത്തിയില്ല എന്ന് പറഞ്ഞ് ആരും ഞങ്ങളെ ചോദ്യം ചെയ്യില്ല. എന്തേ നിങ്ങൾ പ്രകടനം നടത്തിയില്ല എന്ന് ചോദിക്കില്ല. നടത്തിയാലാണത് വാർത്ത. എന്നിട്ട് ഞങ്ങളെന്തിനു നടത്തി? കോൺഗ്രസിലെ കേരളത്തിലെ എംപിമാർ അറസ്റ്റ് ഭയന്ന് മുങ്ങിയപ്പോഴും ഞങ്ങൾക്ക് അറസ്റ്റ് വരിക്കാതിരിക്കാമായിരുന്നല്ലോ. ഞങ്ങൾ അറസ്റ്റ് വരിച്ചില്ലെങ്കിൽ അത് വലിയ വാർത്തയല്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ മൂല്യബോധമാണ് അതിലേക്ക് നയിക്കുന്നത്. ഈ മൂല്യബോധം കോൺഗ്രസിനില്ല. ഇപ്പോ ഡൽഹിയിൽ എന്തിനാണ് ആം ആദ്മി പാർട്ടിയെ വേട്ടയാടുന്നത്? ലളിതമല്ലേ? കോൺഗ്രസിന് അത്ര ചിന്തിക്കാൻ ധാരണയില്ലേ? ആം ആദ്മി പാർട്ടി ബിജെപിക്കൊപ്പം നിൽക്കാൻ ഇതിനകം തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നു. ശശി തരൂരിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇലക്ഷൻ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്താൽ മതി. ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ല ശ്രീ തരൂർ, ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ല. അവർ NDA പക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ മാത്രം മതി. ആം ആദ്മി പാർട്ടി NDAക്കൊപ്പം ചേരാം. ഇനി NDAയിൽ ചേർന്നില്ലെങ്കിലും കുഴപ്പമില്ല. YSR CP എല്ലാം സ്വീകരിക്കുന്നത് പോലെ നിങ്ങളെ എതിർക്കാതെ NDAയിൽ ചേരാതെ ഞങ്ങൾ ഒരു അരികുപറ്റി അങ്ങ് പൊയ്ക്കോളാം എന്ന് തീരുമാനിച്ചാൽ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലല്ലോ, ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ലല്ലോ. ഈ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് വിശ്വപൗരനായ ഇൻവെർട്ടഡ് കോമ വിശ്വപൗരന് എന്തേ മനസ്സിലാവാത്തെ? അപ്പൊ ഇത് പൊളിറ്റിക്സ് ആണ്. ഇന്ത്യയെ കീഴടക്കാനുള്ള പൊളിറ്റിക്സ്, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാണ്. BJP എത്ര കാലമായി ഡൽഹി പിടിക്കാൻ നോക്കുന്നു? ഇന്ത്യ ആകെ പിടിച്ചു എന്ന് പറയുമ്പോഴും രാജ്യതലസ്ഥാനം പിടിക്കാൻ പറ്റാത്തത് BJPയെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഷെയിമാണ്, നാണക്കേടാണ്. അതിനവർ കണ്ടെത്തുന്ന വഴി എന്താണ്? ജനങ്ങൾ വിജയിപ്പിച്ച ഗവൺമെന്റിനെ തന്നെ അഴിക്കുള്ളിലാക്കുന്നു. അപ്പോ കോൺഗ്രസിന്റെ സമുന്നതനായ വർക്കിംഗ് പ്രസിഡന്റ്, അവിടുത്തെ AICCയിലെ സമുന്നതനായ നേതാവ് പറയുകയാണ്, അത് പിടിച്ച മുഹൂർത്തത്തിന്റെതാണ് പ്രശ്നം. മുഹൂർത്തം മാറിയിരുന്നെങ്കിൽ പ്രശ്നമില്ല, ദിവസം മാറിയിരുന്നെങ്കിൽ പ്രശ്നമില്ല എന്നാണ്. എന്ത് പൊളിറ്റിക്സ് ഉണ്ട്? ഇപ്പോ JMM, ജാർഖണ്ഡ് മുക്തി മോർച്ച, ഇവരെ മുക്തി മോർച്ച JMM, ഷിബു സോറന്റെ പാർട്ടി, അപ്പുറത്തേക്ക് NDAയിൽ പോയിരുന്നെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട് YSR CP നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നില്ല? നവീൻ പട്നായിക്കിനെ എന്തുകൊണ്ട് വേട്ടയാടുന്നില്ല? അജിത് പവാറും സംഘവും BJPക്കൊപ്പം ചേർന്നപ്പോൾ, BJP പറഞ്ഞ വഴിയെ സഞ്ചരിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തോ? പ്രഫുൽ പട്ടേൽ NCPയിൽ നിന്ന് എന്തെല്ലാം ആരോപണങ്ങൾ നേരിടുന്നയാളാണ്. അയാൾ കളം മാറി, അറസ്റ്റില്ല, ഒന്നുമില്ല.
നീ തരൂരിനൊപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, ഈ ഹിമന്ത ബിശ്വ ശർമ്മ AICCയിലെ സ്ഥിരം സന്ദർശകരും രാഹുൽ ഗാന്ധിയുടെ വിശ്വസനമായിരുന്നില്ലേ? ആ ഹേമന്ത ബിശ്വ ശർമ്മ ഇവിടെ നിന്ന് കടം ചാടി അപ്പുറം പോയി, അതോടുകൂടി അറസ്റ്റ് ചെയ്യുന്നില്ലേ? ഇപ്പൊ അറസ്റ്റ് ഉണ്ടോ ഹേമന്ത ബിശ്വ ശർമ്മയെ? മുഖ്യമന്ത്രിയായി തുടരുന്നില്ലേ? അപ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യം, ശ്രീ തരൂർ മനസ്സിലാക്കേണ്ട കാര്യം, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിൽ മനോജ് സിസോദിയയ്ക്ക് മുഖ്യമന്ത്രിയായി തന്നെ തുടരാമായിരുന്നു, ഉപമുഖ്യമന്ത്രിയായി തുടരാമായിരുന്നു, ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരാമായിരുന്നു. ഒരു ചോദ്യമായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അധികാരം വേണമോ ജയിൽ വേണമോ? നിങ്ങളോട് സന്ധി ചെയ്യാൻ മനസ്സില്ല, ഞങ്ങൾ ജയിലിലേക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞവർ മാത്രമാണ് ജയിലിൽ പോകുന്നത്, വേട്ടയാടപ്പെടുന്നത്. ബാക്കി എല്ലാവരും ചേർത്ത് നിർത്തപ്പെടുകയാണ്. സങ്കുചിത രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ കോൺഗ്രസിനെങ്കിലും തയ്യാറാകണം. ഇന്ത്യ ഉണ്ടാകണം, എങ്കിലേ ഇതൊക്കെ ഉണ്ടാകൂ. ഇതാണ് കോൺഗ്രസിനോട് പറയാനുള്ളത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇതേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെയുള്ളത്. കോൺഗ്രസിന് പക്ഷേ ഇതേ നിലപാട് ഇപ്പുറത്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളതിനെ ഇത്തരം സ്വേച്ഛാ നടപടികളെല്ലാം തെറ്റാണ്. ഇതാണ് ഞങ്ങളുടെ പൊതു നിലപാട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം മടിച്ചു നിൽക്കാതെ ഇറങ്ങി വരാൻ, ഒരു ആഹ്വാനവുമില്ലാതെ തന്നെ തെരുവിലേക്ക് ഇറക്കാൻ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സഖാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. മണ്ഡലത്തിൽ ഇരട്ട വോട്ട് എന്ന ഒരു ആരോപണം അടൂർ പ്രകാശ് തന്നെ വീണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തവണ ഉയർത്തുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചപ്പോൾ ഏകദേശം 300 വോട്ടുകൾ മാത്രമേ ഇരട്ട വോട്ടുകൾ ഉള്ളൂ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണയും ആറ്റിങ്ങലിലെ ജനങ്ങളെ ഇദ്ദേഹം അപമാനിച്ചു. ഇത്തവണയും അതേ വാദഗതി ഉയർത്തി. രണ്ട് കാരണങ്ങളാണ് ആരോപണത്തിന്റെ പിന്നിലുള്ളത്, വളരെ സ്പെസിഫിക് ആയ രണ്ട് കാരണം. ഒന്ന്, അദ്ദേഹത്തിന്റെ പരാജയ ഭീതിയാണ്, മുൻകൂർ ജാമ്യം എടുക്കലാണ്. രണ്ടാമത്തേത്, ആറ്റിങ്ങലുകാരനല്ലാത്ത, ആറ്റിങ്ങലിനോട് ആത്മബന്ധമില്ലാത്ത അദ്ദേഹം ആറ്റിങ്ങലിലെ ജനങ്ങളെ വല്ലാതെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്, അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ഈ രണ്ട് ഘടകമാണ്. അദ്ദേഹത്തിന് ആറ്റിങ്ങലിനോട് ഒരു ആത്മബന്ധമില്ല, ഇതിലുണ്ടായിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം ആറ്റിങ്ങലുകാരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അത് അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകണം. ആറ്റിങ്ങലിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഞങ്ങളൊരു അക്ഷരം വേണ്ടിയില്ലല്ലോ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എല്ലാ പരിശോധനകൾക്കും ശേഷം ഔദ്യോഗികമായ വിവരം പുറത്തുവിട്ടു. ആ ആരോപണം പച്ചക്കള്ളമാണ്, അടിസ്ഥാനരഹിതമാണ്. ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ, പരാജയ ഭീതി കാരണം അദ്ദേഹം ആവർത്തിക്കരുത്.